അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചല്ലടാ. ആ സുമിത്രയുടെ കയ്യില് കത്ത് കൊടുത്തിട്ടുണ്ട്. എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതിൽ രാവണ കാണണം. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. പേര് പറയുന്നത് കണ്ടില്ലേ? പെയ്യട്ടെന്ന്. അതോട്ടെ ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണ്ട. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം. ഒരാള് ഓട്ടോ ഒക്കെ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോൾ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ, പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ, എന്താ പറ്റിയേ? വിനയ പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നത്? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. ഇതറിയാവുന്ന ആരോ ആണ്. ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നവൻ തന്നെയായിരിക്കണം. മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ.
സാർ എങ്ങനെയെങ്കിലും എന്റെ ഈ കാശ് കണ്ടുപിടിച്ച് തരണം. ഈ ടോക്കീസില്ലെങ്കിൽ ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ, നമുക്ക് നോക്കാം. സാറേ, ഇവിടെ അടുത്ത് 2-3 വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി. ഈ സുഗുണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയതോടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇതന്വേഷിക്കാനായി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നൊരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ, ഇവരുടെ സംഘത്തില്. എവിടെടാവൻ? എടാ, നിന്റെ വരെ ബോംബെ വന്നവൻ തക്കാൻ കിട്ടിയ അവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? പോക്കൃതം പറഞ്ഞോളാം. ഓ, പോക്കരത്തരം കാണിച്ചിട്ട് നാട് വിടുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഗഗനെ പൊക്ക്, എന്നിട്ട് അവനോട് ചോദിക്കും, അപ്പ അറിയാം. വെറുതെ നിന്ന് കാലഴിപ്പിക്കാതെ വാടാ, മൊത്തം കള്ളന്മാരെ. സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. സുഗുണ, വാ. പുറത്തുനിന്നുള്ള ആരുടെ കളി? ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ.